നമ്മൾ നെല്ലിക്ക കഴുകി വാരി വെള്ളത്തിലിട്ട് ഉപ്പുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് അച്ചാറിടാം. ലീല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി നിൽക്കുകയാണ്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലെണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ച് പൊങ്ങുന്നത്. അതിനകത്തേക്ക് വറ്റൽമുളക് മുറിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി 2 കഷ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്നതും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അവസാനമായി കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 4 സ്പൂണ് അച്ചാർ പൊടിയും 2 സ്പൂണ് വറ്റൽമുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തീയൊന്ന് കുറച്ചിടാം. ഇനി നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ഇടാം. ഇത് വെള്ളം മുഴുവൻ വേണമെന്നില്ല, കുറച്ച് വെള്ളം മതി. ഉപ്പും ഇട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ്. പിന്നെ ചാറിന് വേണ്ടിയിട്ട് ആ നെല്ലിക്ക പുഴുങ്ങി വെച്ചിരിക്കുന്ന വെള്ളം തന്നെ ഇടാം. നെല്ലിക്കായ ആണെങ്കിലും ഏത് അച്ചാറിട്ടാലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം, ഇതിപ്പം നെല്ലിക്ക ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് വെള്ളം തന്നെയാണ് ഈ ഒഴിച്ചിരിക്കുന്നത്. ഇതിച്ചിരി തിളച്ച് ഒന്ന് ഇവിടെ വേകണം. അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് ഇത് താത്ത് വെക്കാം. ഇതിനിപ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നൊന്ന് തിളക്കട്ടെ. ഇച്ചിരി കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ച് താത്ത് വെക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ശർക്കര ചീകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. ലീല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.